സൈലം ക്യാമ്പസിലും ഹോസ്റ്റലുകളിലും പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികൾ നേരിടുന്ന ദുരനുഭവങ്ങൾ ഇനിയും ആരും കാണാതെ പോരുത്. ആയിരക്കണക്കിന് വരുന്ന കുട്ടികളുടെ ആരോഗ്യവും ഭാവിയും വെച്ച് ഇവർ കളിക്കുന്നത് വെറും പണത്തിന് വേണ്ടി മാത്രമാണ്. വൃത്തിയില്ലാത്ത ഹോസ്റ്റലുകൾ, പുഴയിരിക്കുന്ന ഭക്ഷണം, ഇതാണ് ഡോക്ടർ ആനന്ദുവിന്റെ സൈലത്തിൽ വിളമ്പുന്നത്. നമുക്ക് സൈലത്തിൽ കിട്ടുന്ന ഫുഡ് തീരെ പോരാണ്, ഒട്ടും പോരാ. ഈ മീൻകറി ഉച്ചക്കത്തെ സ്മെല്ല് ചെയ്തിട്ട് നമുക്ക് വായിക്ക് കൊണ്ടുപോകാൻ പറ്റൂല. ആ ഏരിയ കൂടെ പോയാൽ തന്നെ ഒരുമാതിരി ചീഞ്ഞ മീനൊക്കെ എടുത്ത് ചെയ്യുന്ന പോലെയാ. അത്രയ്ക്ക് മോശം ഫുഡാ. അതിനാണെങ്കിൽ ഒരു നല്ല പൈസ വാങ്ങിക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി. സൈലത്തിന്റെ കീഴിലുള്ള ഹോസ്റ്റലുകളിൽ പല തവണയായി വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുണ്ട്. ഈ ഫുഡ് പോയിസന്റെ കാര്യം ഉണ്ടായതെന്ന് പുഴുവോ വലിയ കത്തിയോ അങ്ങനെ എന്തോ ആണ് കുട്ടികളുടെ ഫുഡിൽ നിന്ന് കിട്ടിയത്. വലിയ ഇഷ്യൂ ആയിരുന്നു. കുട്ടികളെ കൂട്ടത്തോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സംഭവം പോലും പണം കൊടുത്ത് ഒതുക്കി തീർക്കുകയാണ് ചെയ്തത്. സൈലത്തിന്റെ ഒരൊറ്റ ഹോസ്റ്റലിലല്ല നടന്നിട്ടുള്ളത്. കേരളത്തിലുള്ള എല്ലാ ഹോസ്റ്റലുകളിലും പല തവണകളായി ആവർത്തിച്ച് നടന്നിട്ടുണ്ട്. ഫുഡ് പോയിസൺ കാരണം 7 മാസങ്ങളോളം ചികിത്സയിലായ കുട്ടികളുണ്ട്. സൈലത്തിന്റെ ഹോസ്റ്റലുകളിൽ ഭക്ഷണത്തിൽ പുഴുക്കളെ കാണുന്നത് പതിവാണ്. ഫുഡിന്റെ അകത്തുനിന്ന് പലപ്പോഴും പല സാധനങ്ങൾ കിട്ടാറുള്ളത്. ചിലപ്പോൾ പുഴുവായിരിക്കും, ചിലപ്പോൾ മുടിയായിരിക്കും. അവർക്ക് എന്താണ് ഇടാൻ തോന്നുന്നത് അതൊക്കെ ഇട്ടിട്ട് ഫുഡ്. ഇത് പലതവണ കുട്ടികൾ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിലും കുട്ടികളുടെ പരാതിക്ക് യാതൊരു വിലയും നൽകുന്നില്ല. ഫീസിന്റെ പേരിൽ മാനസിക പീഡനമാണ് സൈലത്തിൽ നടക്കുന്നത്. ടോട്ടലി നല്ലൊരു ബിസിനസ് ആയത് സൈലം ലേണിംഗ് ആപ്പ്, നല്ല ഏർണിംഗ് ആപ്പാണ് ഇപ്പൊ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ലക്ഷങ്ങൾ ഫീസ് വാങ്ങുന്നവർ ബാക്കി തുക അടക്കാൻ വൈകുന്ന വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ എല്ലാവരുടെ മുന്നിൽ എണീപ്പിച്ച് നിർത്തി നാണം കെടുത്താറുണ്ട്. ഫീസ് പൂർണ്ണമായി അടച്ചില്ലെങ്കിൽ ഓൺലൈൻ ക്ലാസുകൾ പോലും കട്ട് ചെയ്യുന്ന ക്രൂരതയാണ് അവിടെ നടക്കുന്നത്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ ഇതുപോലെ അവളുടെ അച്ഛന് കുടലിൽ എന്തോ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വന്നതാ. അപ്പോൾ അവളുടെ വീട്ടിൽ അമ്മയ്ക്ക് മാത്രമേ ജോലിയുള്ളൂ. അമ്മയുടെ ഇതുകൊണ്ടാണ് അവള് ഭയങ്കര കഷ്ടപ്പെട്ട അവളൊന്ന് നിന്നത്. അപ്പോൾ ഈ അച്ഛന് വയ്യാത്തോണ്ട് 1 മാസത്തെ ഫീസ് അങ്ങോട്ട് ഡിലേ ആയി. അപ്പോൾ അന്തസാറിന് മോട്ടിവേഷനും ചാരിറ്റി ഒക്കെ ചെയ്ത് നടക്കുന്നതായതുകൊണ്ട് നമുക്ക് അവസ്ഥ മനസ്സിലാവുമെന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചിട്ട് പോയി പറഞ്ഞു. അപ്പോൾ ചെന്ന് പറഞ്ഞപ്പോൾ സാറുണ്ടെ പറഞ്ഞേ കഴിഞ്ഞ എക്സാമിന് ഇത്ര മാർക്കുണ്ട്, ഇത്ര മാർക്കിനെ ഉള്ളവർക്കേ കൊടുക്കത്തുള്ളൂ, അങ്ങനെ ഇങ്ങനെ പറയുന്നൊക്കെ പറഞ്ഞു. അവൾ കരഞ്ഞോണ്ട് അവിടെ ഇറങ്ങി വന്നേ. രോഗബാധിതരായി പഠനം നിർത്തേണ്ടി വന്ന കുട്ടികൾക്ക് 1 രൂപ പോലും റീഫണ്ട് നൽകാൻ ഇവർ തയ്യാറല്ല. സോഷ്യൽ മീഡിയയിൽ ഡോക്ടർ ആനന്ദുവും സംഘവും കാണിക്കുന്ന ചാരിറ്റി വെറും പ്രദർശനം മാത്രമാണ്. ഈ ഡോക്ടർ ആനന്ദു സിഇഒ എന്ന് പറയുന്ന ആള് എത്ര ലക്ഷങ്ങളാ വലിക്കുന്നത്. ഇപ്പോൾ എനിക്ക് പൈസ കൂടുതലായിട്ട് ഇപ്പൊ സിനിമ എടുക്കാൻ നടക്കുന്ന നമ്മൾ പൈസ ഒക്കെ എടുത്തിട്ട്. യാഥാർത്ഥ്യത്തിൽ സഹായം തേടി വരുന്ന പാവപ്പെട്ട വീട്ടിലെ കുട്ടികളുടെ മെസ്സേജുകൾക്കോ മെയിലുകൾക്കോ ഇവർ റിപ്ലൈ പോലും നൽകാറില്ല. ക്യാമറക്ക് മുന്നിൽ മാത്രം സഹായിക്കുക, അത് വെറും മാർക്കറ്റിംഗ് തന്ത്രമാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി മനുഷ്യന്മാർക്ക് വേണം. ഇവര് ഫുള്ള് പൈസ വലിക്കാനായിട്ട് മാത്രം, പിന്നെ ഫേക്ക് പ്രൊമോഷനും. കുട്ടികളൊക്കെ ക്ലാസ്സിൽ നിന്ന് വിളിച്ചോണ്ടോയിട്ട് ഇങ്ങനെ വെറുതെ ഓല് തന്നെ കഥ ഉണ്ടാക്കി തരും. ഇങ്ങനെയൊക്കെ പറയണം, ഈ വീഡിയോയിൽ വരുന്നതാണ്, യൂട്യൂബിൽ വരുന്നതാണ്, ഇങ്ങനെയൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അയക്കും. പറയാൻ ഇനിയും ഒരുപാടുണ്ട്. അപ്പൊ പാർട്ട് 2 ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.